കേരളത്തിൽ 20 സീറ്റിലും വിജയിക്കണമെന്ന കോൺഗ്രസ് ഭാരവാഹികളോട് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ്. ഇതിന് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഭീകരവാദമടക്കം രാജ്യം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പോലും ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സച്ചിൻ പൈലറ്റ് കുറ്റപ്പെടുത്തി. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാം. താഴെത്തട്ടിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണ് രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം. ആ മാതൃക ഇവിടെയും പിന്തുടരാം. തിരുവനന്തപുരം DCC ഭാരവാഹികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സച്ചിൻ പൈലറ്റ്. And all the divisive politics that we've seen for the last 5 years, what you wear, what you eat, who you pray to, the kind of police force used in campuses, the suppressing of anybody who's anti-BJP, you ask the government of the day any question, you're labeled as an anti-national. തുടർന്ന് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച കോൺക്ലേവിലും സച്ചിൻ പൈലറ്റ് പങ്കെടുത്തു. തൊഴിലില്ലായ്മയെക്കുറിച്ചല്ല യോഗി ആദിത്യനാഥ് അടക്കം സംസാരിക്കുന്നെന്ന് സച്ചിന്റെ വിമർശനം. He was campaigning all over Rajasthan, not talking about the governance model of Uttar Pradesh, but talking about Ali and Bajrang Bali. And Hanumanji was from this community, you're from that community. That's the discussion. So when you talk about these things, you want to focus away from the lack of jobs that we have today. ഭീകരവാദമടക്കം രാജ്യം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പോലും BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും സച്ചിൻ കുറ്റപ്പെടുത്തി. പ്രത്യയശാസ്ത്രം എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന VT ബൽറാമിന്റെ ചോദ്യത്തിന് സച്ചിന്റെ മറുപടി ഇങ്ങനെ: What you said, how can we propagate ourselves more, is by example, and we have to prove ourselves to be better than the competing ideology. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുത്തിയവർക്കെതിരായ വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പെന്നും സച്ചിൻ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കാലം നേതാക്കൾക്ക് കൂടുവിട്ട് കൂടുമാറ്റക്കാലം കൂടിയാണ്. 3 ദിവസത്തിനിടെ 2 NDA MPമാരാണ് കോൺഗ്രസിൽ ചേർന്നത്. പഞ്ചാബിലെ ഫിറോസ്പൂർ MPയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാളയത്തിലെത്തിയത്. BJPയിൽ കഴിഞ്ഞ ദിവസം ചേർന്നത് ബിജു ജനതാദൾ നേതാവ് ബൈജയന്ത് പാണ്ഡെയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാറ്റ് കോൺഗ്രസിനെതിരായിരുന്നു. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും വരെ പാർട്ടി വിട്ട് BJPയിലെത്തിയിരുന്നു. പലരും ജയിച്ച മന്ത്രിമാരായി. മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കാനിരിക്കെ കൂടുമാറ്റം വീണ്ടും തുടങ്ങി. ഇത്തവണ BJPയിലേക്ക് മാത്രമല്ല കോൺഗ്രസിലേക്കും ഒഴുക്കാണ്. ശിരോമണി അകാലിദൾ നേതാവും ഫിറോസ്പൂർ MPയുമായ ഷേർസിംഗ് ഗുബായയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട് മറുകണ്ഠം ചാടിയത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അംഗത്വവും സ്വീകരിച്ചു ഷേർസിംഗ്. 2 വർഷം മുമ്പ് നടന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷേർസിംഗിന്റെ മകൻ ദേവീന്ദർ സിംഗിനെ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തുടങ്ങിയതാണ് അകൽച്ച. ദേവീന്ദർ സിംഗ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഫിറോസ്പൂരിൽ ഷേർസിംഗ് ആയിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി. ਕੱਲਾ ਫਿਰੋਜ਼ਪੁਰ ਹੀ ਨਹੀਂ ਜਿੱਤ ਗਏ, ਬਾਕੀ ਵੀ ਜਿਹੜੀ ਪੰਜਾਬ ਦੇ 8 ਇਹੋ ਜਿਹੀ ਕੰਸਟੀਚੁਐਂਸੀਆਂ ਜਿੱਥੇ ਡਿਸਾਈਡਿੰਗ ਵੋਟ ਜਿਹੜੀ ਉਹ ਲਗਭਗ ਨਾਲ ਖੜੀ ਹੈ ਤੇ ਉਹਨਾਂ ਤੇ ਵੀ ਪੂਰਾ ਅਸਰ ਹੋਏਗਾ ਕਿ ਜੇਕਰ ਟਿਕਟ ਦੇ ਕੇ ਮੈਨੂੰ ਉੱਥੋਂ ਇਲੈਕਸ਼ਨ ਲੜਾਉਣਗੇ ਤੇ ਇਹ ਸੀਟਾਂ ਜਿਹੜੀਆਂ ਜਿੱਤ ਕੇ ਸਾਰੀਆਂ ਕਾਂਗਰਸ ਦੀ ਚੋਣ. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് MPയും BJP നേതാവുമായിരുന്ന സാവിത്രി ഫുലെയും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരുന്നു. സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നെന്നാരോപിച്ച് സാവിത്രി ഫുലെ കഴിഞ്ഞ ഡിസംബറിൽ BJP ബന്ധം ഉപേക്ഷിച്ചിരുന്നു. സമാജ്വാദി പാർട്ടി മുൻ MP രാകേഷ് സച്ചനും ഇതേ ദിവസം കോൺഗ്രസിലെത്തി. കോൺഗ്രസിൽ 2 MPമാർ ചേർന്നപ്പോൾ BJP പാളയത്തിലെത്തിയത് ബിജു ജനതാദൾ മുൻ നേതാവ് ബൈജയന്ത് ജയ് പാണ്ഡെയാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് സസ്പെൻഷനിലായിരുന്ന പാണ്ഡ പിന്നീട് പാർട്ടി വിട്ടിരുന്നു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18.